വെറൈറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് വെജിൽ പിടിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ സാധാ ചോറ് കഴിച്ചിട്ട് ഇവിടെ കുറേ നാളായി. ഇതൊന്നും തിന്നോക്കുമ്പോൾ നാട്ടിൽ പോയെന്ന അവസ്ഥയാണ്. അപ്പോൾ കാക്കയുണ്ട് കൂടെ. അപ്പോൾ രണ്ടാളും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, വഴിയിൽ കാണാം. ഓക്കെ. സാധാ ചോറ് തിന്നപ്പോൾ എപ്പോഴാണ് മനസ്സിനൊരു തൃപ്തിയായത്. ഇപ്പം മീൻകറിയൊക്കെ കൂട്ടിയിട്ട് എത്ര ദിവസമായി മീൻ പൊരിച്ചതൊക്കെ കഴിച്ചിട്ട്. അത് പറഞ്ഞൊരു അന്തസ് തന്നെയല്ലേ. ഫുഡൊക്കെ നൈസായിരുന്നു, എല്ലതും ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്ലേറ്റ് നോക്കിയാൽ തന്നെ അറിയാം. പായസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിവിടുത്തെ പാരഗോൺ ഹോട്ടലാണ്. നമ്മൾ പാരഗോൺ എന്ന് വെക്കുമ്പോൾ നമുക്ക് കാലിക്കറ്റ് തന്നെ, അതല്ല കേട്ടോ, ഇത് വേറെ ഏതോ ഒരു പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കഴിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചിട്ടാണ് കഴിക്കുകയും അതൊക്കെ. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന ബത്തേലാണ്. അതിന് 2-3 എൻട്രൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നേരെ മുടി വെട്ടാൻ പോയി. അവിടുന്ന് കുറച്ച് മിഠായൊക്കെ കിട്ടി. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ മുടി വെട്ടുന്നത്. കുറച്ച് ലെങ്ത് ഉള്ള കാരണം അത്യാവശ്യം കൊയ്യുന്നുണ്ട്. എല്ലാത്തിനും മുടിയൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പൊ അത്യാവശ്യം ഒന്ന് ഒതുക്കിയാ വെട്ടി. പിന്നെ ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ വെട്ടുള്ളൂ. അപ്പൊ ഇനി അവിടുന്ന് നേരെ നമ്മൾ ചാവടിക്കാനൊക്കെ പോയി. അവിടുന്ന് ഒരു പാമ്പരൊക്കെ അടിച്ച്. ഗായ്സ്, ഇവിടുത്തെ ചൂടൊന്നും രക്ഷയില്ല. ഫുൾ ടൈം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എനിക്ക്. അപ്പോൾ തണുത്ത എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഷോപ്പിലേക്ക് പോയതാണ്. സാധനം പെപ്സി എന്തൊക്കെയോ എടുത്ത് നേരെ നമ്മളെ സ്പോട്ടിലേക്ക് പോയി. ഇതാണ് നമ്മളെ സ്പോട്ട് വരുന്നത്. ഇവിടെ ഫുൾ ടൈം ഉണ്ടാവില്ല. അവിടേക്ക് പിന്നെ ബാബു, നിഷാദ്, അതുപോലെ ഷഹൂറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് ചാവടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചാവടിക്കാൻ പോയത്. ഇവർക്ക് പിന്നെ വീഡിയോയിൽ വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിക്കാത്തത്. അതാ പാമ്പരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രേ ഉള്ളൂ ഗായ്സ്. അപ്പൊ ഗായ്സ്, ഫ്രണ്ട് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ഞാൻ വർക്കിലായിരുന്നു. രാവിലെ കുറച്ച് പണിയായിരുന്നു. അപ്പൊ ഡ്രസ്സാകെ ആകെ ചളിയായി. അവരെ കണ്ടപ്പോ ഞാൻ ആകെ ഇടി വെട്ടിയ അവസ്ഥയാണ്. പുള്ളിയാണെങ്കിൽ നല്ല മാറ്റമുണ്ട്. പിക്കിൽ കാണാൻ നല്ല ഡിഫറൻറ്റ്. പുള്ളി ഡയറ്റൊക്കെ എടുത്ത് നല്ല മെല്ലുണ്ട്. കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ല. എനിക്കങ്ങനെ കണ്ടപ്പോൾ ആകെ ഷോക്കൊക്കെ ആയി. പിന്നെ അധികം കൂടുതലൊന്നും വർത്താനൊന്നും പറയാൻ പറ്റില്ല. പുള്ളിക്കാരന് ദമാമിന്ന് വരാണ്. ഇന്നലെ എന്തോ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്താ ഉണ്ടായിരുന്നു. പിന്നെ ഷോപ്പിക്കാകെ വന്ന് കുറച്ച് ചേർത്ത് വന്നിട്ടുള്ള ആള്. അപ്പം അങ്ങനെ ആളെ കണ്ട് കൂടുതലും വർത്താനം പറയാൻ പറ്റില്ല എനിക്ക്. പിന്നെ ഷോപ്പിലും പോകണം. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ആള് പോയി. എനിക്ക് കുറച്ച് മിഠായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ദൂരെ വന്നിട്ട് മീൻസ് എന്താ പറയാ, പെട്ടെന്ന് പോവുകയും ചെയ്ത്. എനിക്കാകെ എന്താ പോലെ അവരെന്ത് വിചാരിച്ചോ. നല്ല മാറ്റം ഉണ്ടാന്ന് വെച്ചാൽ നല്ല ബോറൊന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. വെച്ചാൽ നല്ല ലുക്കായിട്ട് ആള് പുള്ളിക്കാരന്. മീൻസ് അത്യാവശ്യം തടി ഉണ്ടായിരുന്നു വണ്ടേമേ. ആള് ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് ചിന്നയെ ഫസ്റ്റ് ടൈം കാണുന്നുള്ളൂ. അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് ഇത്ര ദൂരത്തുനിന്ന് വന്നപ്പോൾ എനിക്കാകെ എന്തോ പോലെ ആയി. അങ്ങനെയൊക്കെ. സോ ഹാപ്പി, ഗുഡ്. ഇനിയും വീണ്ടും വരാം. ഓക്കെ. പുള്ളിക്കാരക്ക് ചെറിയ മിഠായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇതിലെന്തൊക്കെ ഉണ്ട്, ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഓക്കെ.